വെൽക്കം ടു ഷോ ടിക്കറ്റ്. മണിക്കൂട്ടിന്റെ ഫ്ലാറ്റ് കിട്ടിയോ? അത് സീക്രട്ടാണ്. മണിക്കൂട്ടന്റെ കല്യാണം എപ്പോഴാണെന്നുള്ള സീക്രട്ട് ഇപ്പോൾ അത് സീക്രട്ടാണ്. എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ് സീഡ് ശരിയാവണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സീഡിൽ നന്നായിട്ട് വളർന്നു. ആ സീഡ് വേറെ, ഇത് ചേട്ടാ ജ്ഞാപകം അവിടുന്ന് ഞാൻ തന്നെ അങ്ങനെ ചോദിക്കും. ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കും. സെൽവ, ഓ ഉന്നോட ட்ரீம் என்ன செல்வா? அப்பா அம்மா நிம்மதியா தோணும். அதுக்கு மேல என்ன இருக்குன்னு ഓ ഈ സിനിമ കണ്ടോ? ഇതിനെ കണ്ടിട്ടില്ല. ജ്ഞാപകം. എനിക്ക് ഈ വർഷത്തിന് ഏറ്റവും കൂടുതൽ പടം റിലീസ് ആയത് ധ്യാനിന്റെ പടങ്ങളാണ്. കഴിഞ്ഞ വർഷം അതെ, ഈ വർഷം കഴിഞ്ഞ കുറച്ച് വർഷം മമ്മൂട്ടി ഒരു വർഷം 31 സിനിമ അഭിനയിച്ചു. ഓക്കെ. 35 ഫിലിംസ്. ലാലൊക്കെ 40 പടവും 36 പടവും അഭിനയിച്ച വർഷങ്ങളുണ്ട്. മെലിയണം എന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞിരുന്നു. ഷോ ടിക്കറ്റിൽ ഇന്ന് സിനിമാ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഈ 26-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുന്ന സീക്രട്ട് എന്ന ചിത്രത്തിലെ സംവിധായകനും താരങ്ങളുമാണ്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീ എസ്.എൻ. സ്വാമി സാറിൻ്റെ ചിത്രം സീക്രട്ട് ജൂലൈ 26-ന് തിയേറ്ററിൽ എത്തുകയാണ്. ഇപ്പം എസ്.എൻ. സ്വാമി സാറും അദ്ദേഹത്തിൻ്റെ ടീമും ധ്യാൻ ശ്രീനിവാസൻ, കലേഷ് രാമാനന്ദ്, ആർദ്ര, മണിക്കുട്ടൻ, ഈ മൊത്തം ടീം നമ്മളോടൊപ്പം ഉണ്ട്. സീക്രട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എസ്.എൻ. സ്വാമി എന്ന് പറയുന്ന ഒരു സംവിധായകൻ, അദ്ദേഹമാണോ ധ്യാനിനെ സ്വാധീനിച്ചത്, അതോ ഇതിൻ്റെ കഥ തന്നെയാണോ ധ്യാനിനെ സ്വാധീനിച്ചത് ഈ പ്രോജക്റ്റ്? അങ്കിൾ തന്നെയാണ്. അങ്കിൾ ഇങ്ങനെ ഒരു സിനിമ ഇങ്ങനെ ഒരു ഐഡിയ ആയിട്ട്, അതും സാധാരണ അങ്കിളുടെ സിനിമയിൽ ഒരു മിസ്റ്ററി, ആ മിസ്റ്ററി ഉണ്ട് ഈ സിനിമയ്ക്ക്. അല്ലെങ്കിൽ ക്രൈം മേർഡർ മിസ്റ്ററി അല്ല, ക്രൈം മിസ്റ്ററി അല്ല, അല്ലെങ്കിൽ മേർഡർ മിസ്റ്ററി അല്ല. അതല്ലാതെ നമ്മളെ പിടിച്ചിരുത്തുന്ന എന്തോ ഒരു സാധനം എനിക്ക് ഭയങ്കര ഒരു സിനിമയായി കാണാം, അല്ലെങ്കിൽ സിനിമയായി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതൊരു കഥയിൽ പ്ലേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ ഒരു സിനിമയായി വരുമ്പോൾ പ്രീച്ചിങ് ആയി പോകാനും പാടില്ല. നമ്മൾ വെറും ഡോക്യു പോലെയോ അല്ലെങ്കിൽ ഇത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു പരിപാടിയായിട്ട് മാത്രം വന്നിട്ട് കാര്യമില്ല. അതൊരു സിനിമയുടെ രൂപത്തിൽ വരുമ്പോൾ എങ്ങനെയാവും, അതിന് വെൽ പ്ലേസ്ഡ് ആണ് ആക്ച്വലി. ഈ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ വിശ്വാസങ്ങളുണ്ടാവും, വിശ്വാസങ്ങളില്ലാതിരിക്കാം. ഈ ശാസ്ത്രങ്ങൾ പ്രത്യേകിച്ച് ധ്യാനം എന്ന് പറഞ്ഞ വ്യക്തി ശാസ്ത്രങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. വിശ്വസിച്ച് ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിച്ച് പോകും. ഓക്കെ. ഇപ്പം എനിക്ക് ചില രീതിയിൽ എനിക്കിപ്പം നമ്മളിപ്പം അസ്ട്രോളജി ഇപ്പോൾ ഒരു ഞാൻ വിശ്വസിക്കുന്ന വെച്ചാൽ പ്ലാനറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ മാൻ എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ സൺസൈൻ നോക്കും, മൂൺ സൈൻ നോക്കും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സൺസൈൻ നോക്കുവാണെങ്കിൽ തന്നെ എരീസ് അല്ലെങ്കിൽ സാജിറ്റേറിയൻ, ഇങ്ങനെ കുറേ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ സെയിം ആയിരിക്കും. ചിലപ്പോൾ നമുക്ക് ജനറലൈസ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ അതേപോലെ ഇരിക്കും. അതേ നമ്മൾ നക്ഷത്രം, ഗ്രഹനില നോക്കുന്നുണ്ട്, ജാതകം നോക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു പരിധി വരെ ചില കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോൾ അതിലൊക്കെ എവിടെയൊക്കെ ഒരു സത്യം ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യും, ഒരു അംശം. അപ്പം അങ്ങനെയുള്ള ഇപ്പം എൻ്റെ അടുത്ത് ഞാൻ കോളേജൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്തൊക്കെ അമ്മ മറ്റേ ജാതകം നോക്കിയിട്ട് മറ്റേ ഈ സമയം ശരിയല്ല, ഇതല്ല, ഇത് നീ ഈ സാധനങ്ങളൊക്കെ ചെയ്യണം, ഇതൊക്കെ മുതിർന്നവർ പറയുമ്പോഴാണല്ലോ നമ്മൾ വീട്ടിലുള്ള ആൾക്കാർ നമ്മൾ പോയി നോക്കുന്നില്ലല്ലോ. പക്ഷെ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ സമയം ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാണ്, കുറച്ച് പഠനത്തിൽ പ്രശ്നങ്ങളുണ്ടാവും, ഇതൊക്കെ സത്യമായിരുന്നു. വീട്ടിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, അച്ഛനായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ മുൻകൂട്ടി തന്നെ അമ്മ കണ്ടിരുന്നു. ഓക്കെ. അപ്പം അമ്മ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു ജോത്സ്യൻ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അമ്മക്കൊരു മുൻധാരണ ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കും എൻ്റെ ജീവിതത്തിൽ. ഈ പറഞ്ഞ ഒരു പീരീഡ്, ഈ ഒരു കാലയളവ് ഒരു 7 വർഷത്തോളം. അപ്പോൾ അതിനെ 7 ശനി എന്ന് വിളിക്കുന്നു. അതുപോലെ അഷ്ടമത്തെ ശനിയുണ്ട്, അത് 2.5 വർഷം. കണ്ടക ശനിയുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ പ്ലാനറ്റ്സ് ഇൻഫ്ലുവൻസ്, എന്ന് വെച്ചാൽ സാറ്റേണിൻ്റെ ഇൻഫ്ലുവൻസിനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ശനിയായിട്ട് കൂട്ടുന്നത്. അപ്പം ഇതൊക്കെ ഒരു പരിധി വരെ, അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്കിത് എത്രത്തോളം വിശ്വസിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിതുവരെ ഒരു ജോത്സ്യൻ്റെ അടുത്ത് പോയിരിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ പലരും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നോക്കുമ്പോൾ, എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള, എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എവിടെയൊക്കെയോ ഇതിൽ ഒരു സയൻസ്, ആ സയൻസ് നമ്മൾ അതിലെന്തെങ്കിലും ഒരു കാമ്പില്ലാതിരിക്കില്ല എന്നുള്ളതാണ്. ഈ സിനിമ ഞാൻ കണ്ടായിരുന്നു. ഒപ്പം ഇതിൻ്റെ മോഷൻ പോസ്റ്റർ വന്നപ്പോഴും അതുപോലെ തന്നെ ട്രെയിലർ റിലീസായപ്പോഴും എല്ലാവരും ആകാംക്ഷയോടെ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എസ്.എൻ. സ്വാമി ഇത്രയും ഹിറ്റുകൾ എഴുതി, അതിനുശേഷം എന്താ സിനിമ സംവിധാനം ചെയ്യുന്നു. പക്ഷെ എന്തോ ഇതിനകത്ത് ഉണ്ട്, ഈ സിനിമയ്ക്കകത്ത് എന്താണ് ഈ സിനിമയിലെ സീക്രട്ട്?
അതിപ്പോൾ പ്രതീക്ഷിച്ച സിനിമ കണ്ടപ്പോൾ എന്ത് തോന്നി? ഇതുവരെ കാണാത്തൊരു ജോണർ ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. എന്താണ് ആ കാരണം സാർ? ഇത്ര പെട്ടെന്ന് പറയണോ? അല്ല, പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യം കാണുമല്ലോ. അതായത് പൊതുവേ നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് നല്ല സീഡാണെങ്കിൽ നല്ല വൃക്ഷമായിരിക്കും, സീഡ് ആറ്റം എന്ന് പറയും. ഓക്കെ. അത് ഏത് തോട്ടിനായാലും ശരിയാണ്, സയൻസിനായാലും ആർട്ടിനായാലും എന്തായാലും ഫസ്റ്റ് തോട്ടിനാണ് സീഡ് ആറ്റം എന്ന് പറഞ്ഞാൽ. ആ സീഡ് ആറ്റം സ്ട്രോങ് ആണെങ്കിൽ ആ വളർന്നു വരുന്നതിന് തടയാൻ ആർക്കും പറ്റില്ല. അത് വളരെ ആ ലക്ഷ്യത്തിലെത്തുന്നവരെ നമ്മൾ വിടില്ല. അതാ ഈ ആറ്റത്തിൻ്റെ ആ സീഡിൻ്റെ ഗുണമാണ്. അതുപോലെ ഇപ്പം എൻ്റെ പല സിനിമയ്ക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ, പല സിനിമ അല്ലാതെ ഉണ്ടായിട്ടുണ്ട്, ജനറലായിട്ട് ഉണ്ടായിട്ടുണ്ട്. പല സിനിമയും ഒരു തോട്ടിൽ നിന്നൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ സിനിമകളൊക്കെ എപ്പോഴും ആൾക്കാർ വളരെ 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 ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ CBI ഡയറക്ടർഷിപ്പ് എന്നുള്ള സാധനം നമുക്ക് ഡിഫറൻ്റായ ഒരു ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നൊരു തോന്നലുണ്ടായതാണ്. ഞാൻ ആദ്യം പോലീസായിട്ട് തന്നെ, ഇപ്പോൾ മമ്മൂട്ടി സാറാണ് ഇടപെട്ടിട്ട് പോലീസ് വേണ്ട, CBI അപ്പോഴേ ഇൻവെസ്റ്റിഗേഷന് കുറേ കൂടെ ഗ്രിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അന്നാണെങ്കിൽ CBI അത്ര പോപ്പുലറൊന്നുമല്ല. ജസ്റ്റ് ഇങ്ങനെ ജനങ്ങൾ കേട്ടു. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ എനിക്കന്ന് അതിൻ്റെ എക്സ്പാൻഷൻ പോലും അറിയില്ലായിരുന്നു. പിന്നീട് അന്വേഷിച്ച് വന്നപ്പോഴാണ് അവരുടെ മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷനിലെ വ്യത്യാസങ്ങൾ, അവരെങ്ങനെയാണ് ഈ മൂന്നാം മുറ അല്ലെങ്കിൽ തേർഡ് ഡിഗ്രി മെത്തേഡ്സ് മാക്സിമം കുറച്ചിട്ട് ഒരു കേസ് തെളിയിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം അതിനകത്ത് തോന്നിയതാണ് ആ പടത്തിൽ നമുക്ക് തോന്നാൻ ഒരു വല്ലാത്തൊരു ആവേശവും വല്ലാത്തൊരു ഇൻട്രസ്റ്റും തോന്നാൻ കാരണം. അത് തീർച്ചയായിട്ടും അത് ജനങ്ങളിലേക്കും കറക്റ്റായിട്ട് ചെന്ന് ചേർന്നതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ അത് 4-5 വേർഷൻ വരെയായില്ലേ. അപ്പം അതുപോലെ എന്തിനും ഒരു സീഡ് ആറ്റം വേണം. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു നമ്മുടെ തോട്ടിനെ ഹോണ്ട് ചെയ്യണ ഒരു സംഭവം ഉണ്ടാവണം. ഇത് നടന്നു 2 വർഷം മുമ്പ്. ഇതേപോലെ ഈ ഒരു മഴക്കാലം ഒരിക്കൽ ഞാനും വൈഫും കൂടെ സ്കൂട്ടറിൽ ഒരാളെ കണ്ടിട്ട് ഇങ്ങനെ വരുന്ന വഴി ഈ പാർക്ക് അവന്യൂ എന്ന് പറയും, പാർക്ക് അവന്യൂ കൂടെ വരുമ്പോൾ അപ്പോൾ മഴയില്ല, പക്ഷേ മഴ പെയ്ത റോട്ടിലൊക്കെ വെള്ളമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന വഴി ഏതാണ്ട് മഹാരാഷ്ട്ര കോളേജിൻ്റെ അവിടെ എത്തിയപ്പോൾ എൻ്റെ മനസ്സെന്ന് പറയാണ്, നേരെ പോകണ്ട, ഇടത്തോട്ട് പോ. ഓക്കെ. ഞാൻ സാധാരണ എനിക്ക് വീട്ടിലേക്ക് പോകാൻ എളുപ്പം നേരെ വന്നിട്ട് ഫൈൻ ആർട്സ് കോളേജിൽ ലെഫ്റ്റ് തിരിഞ്ഞ് പള്ളിമുക്ക് വഴി വീട്ടിൽ പോകുന്നതാണ് ഞാൻ യൂഷ്വലായിട്ട് അങ്ങനെ പോവുള്ളൂ. എപ്പോഴും അങ്ങനെ പോകാനാണ് എനിക്ക് സൗകര്യം, കാരണം അവിടെ ട്രാഫിക്കും കുറവാണ്. ഇത് അതിന് വിപരീതമായിട്ട് എൻ്റെ മനസ്സിനിങ്ങനെ ടേൺ ലെഫ്റ്റ് ഇങ്ങനെ ഗ്യാപ്പിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനത് എന്താണ് വേറെ അതിനൊരു റീസൺ പോലും എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാനത് ഇഗ്നോർ ചെയ്തു. എന്നിട്ട് ഞാൻ നേരെ പോയപ്പോൾ അവിടെ ഈ ഫിഷറീസിൻ്റെ യൂണിവേഴ്സിറ്റി, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഫിഷറീസിൻ്റെ ഇതൊക്കെയുണ്ട്. ഞാൻ അവിടെ എത്തിയപ്പോൾ റോഡിൽ കംപ്ലീറ്റ് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് വന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കാനും പറ്റും. ഞാൻ ലെഫ്റ്റ് കയറി പോയപ്പോഴേക്കും ഭയങ്കര ഗട്ടറാണ്, ഏതാണ്ട് ഒരടി താഴ്ചയുള്ള ഗട്ടറാണ്. ഞാനും വൈഫും കൂടെ മറിഞ്ഞു. വൈഫിൻ്റെ തല പൊട്ടി. എന്നിട്ട് പിന്നീട് മെഡിക്കൽ ടെസ്റ്റൊക്കെ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ ഇടേണ്ടി വന്നു. അങ്ങനെ 2 പേർക്കും അത്യാവശ്യം പരിക്കൊക്കെ ഉണ്ടായി. അപ്പോഴാണ് ഞാൻ ആ ലെഫ്റ്റ് പോന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞതിൻ്റെ റീസൺ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തു. ഹൗ, എങ്ങനെ സാധിച്ചു ആ മനസ്സിനത് കണ്ടുപിടിക്കാൻ, എങ്ങനെ തോന്നി? സത്യമായി ഞാൻ പറയുന്നത്, ഇതിനകത്ത് ഒരു 1% പോലും എക്സാജറേഷൻ ഇല്ല. ഈ സാറ് നേരത്തെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഇടത്തോട്ട് പോകണം, വലത്തോട്ട് പോകണം, വഴിമാറി സഞ്ചരിക്കണം എന്നൊക്കെ. ധ്യാനിന് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? സിനിമാ കരിയറിൽ ഇങ്ങനെ ഒരു ജോണർ പിടിച്ചാൽ മതി, ഇങ്ങനെ ഒരു ജോണർ പിടിച്ചാൽ മതി? അല്ല, അത് എനിക്കിപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ നേരെ പോയിരുന്ന നമ്മൾ സാധാരണ പറയുമല്ലോ, കുഴിയിൽ വീണു ഇതായി പറയുമല്ലോ, വലുതെന്തോ വരാനിരുന്നതാണ്. അതെ അതെ അതെ. ഇടത്തോട്ട് പോയിരുന്ന ചിലപ്പോൾ തട്ടിപ്പോയാൻ സംഭവിക്കുന്നതെല്ലാം നല്ലതല്ലേ. പക്ഷെ കാരണം നമ്മൾ പറയും, അതേപോലെ പറയുമല്ലോ, എന്തോ വലുതെന്തോ വരാനുള്ളത്. ചിലപ്പോൾ ഇടത്തോട്ട് പോയിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയൊരു അപകടമാണ്. ഇടത്തോട്ട് പോയിരുന്നെങ്കിൽ അത് ആ തോട്ട് പോസിറ്റീവ് ആയതിനെ, നേരെ പോയത് കൊണ്ടാണ് നെഗറ്റീവായിട്ട് വരാൻ കാരണം. അല്ല, 2 രീതിയിലുണ്ട്. അല്ല, സാറ് റിസർച്ച് ചെയ്ത ആ ഒരു ശാസ്ത്രം പറയുന്നുണ്ടോ? അങ്ങനെ വല്ലതും പറയുന്നുണ്ടോ? ധ്യാൻ പറയുന്ന പോലെ പറയുന്നുണ്ടോ? സാറ് നോക്കിയപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടോ? ക്യാമറ നേരെ പോയാൽ ചിലപ്പം വേറെ രീതിയിൽ. അല്ല, നേരെ പോയതിന്റെ റിസൾട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇതേ സാധനത്തിനകത്ത് നമ്മള് അച്ഛൻ പറയുന്നതൊക്കെ അനുഭവം ഉണ്ട്.
അത് പുള്ളി പറയുന്നത് വെച്ചാൽ വരാനുള്ളത് വഴി തങ്ങില്ല എന്നുള്ളതാണ് എൻ്റെ അകത്തുള്ള ഏറ്റവും വലിയ അല്ല അത് എന്താണെന്നറിയോ, ഈ വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറയുന്ന അനുഭവത്തിന് ശേഷമാണ് നമ്മൾ പറയുന്നത്. അതെ 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 സത്യം. അല്ലല്ല അപ്പോൾ എന്തിനാണ് ആ വാണിംഗ് കിട്ടിയത്? വരാനുള്ളതാണെങ്കിൽ എന്തിനാ പറയുന്നത്? അതാണ് ചോദ്യം. പക്ഷെ അപ്പോഴും നമ്മൾ തിരിഞ്ഞില്ല. അതാണ് നമ്മുടെ കുഴപ്പം. ഒരുപാട് പേർക്ക് ഇപ്പം എന്നോട് ഒരുപാട്, ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ പല ഫ്രണ്ട്സിനോടും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ, നോട്ട് ലൈക്ക് ദിസ്, ഇതുപോലെയല്ല, എന്തെങ്കിലുമൊക്കെ ഈ മുൻകൂട്ടിയുള്ള ഒരു അനുഭവം അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ഒരു അറിവ് കിട്ടിയിട്ടുണ്ട് പല കാര്യങ്ങളും. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വളരെ സൈലൻ്റായി വളരെ എല്ലാവരെയും നിരീക്ഷിച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട താരമാണ് മണിക്കുട്ടൻ. ഇതിൽ വില്ലൻ റോളാണോ കൈകാര്യം ചെയ്തത്? ഇതിൽ വില്ലൻ അങ്ങനെയല്ല, ഇതൊരു എനിക്ക് തോന്നുന്നു സ്ക്രീൻ സ്പേസ് കുറവുള്ള ഒരാൾ ഞാനായിരിക്കും സിനിമയിൽ. അപ്പോൾ ഇന്റർവ്യൂ വന്നിരുന്ന് കുറച്ച് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമം. ചെറുതാണെങ്കിലും വരുന്ന സീനുകളിൽ ഫെയ്റ്റാണ് വിധി. ഞാൻ ഇത് സ്വാമി സാറിൻ്റെ രണ്ടാമത്തെ സിനിമയിലാണ്. അത് തന്നെ എനിക്ക് സംബന്ധിച്ച് ഒരു സീക്രട്ടാണ്. കാരണം ആദ്യത്തെ സിനിമ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സിനിമയിൽ നല്ലൊരു ക്യാരക്ടർ വിളിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു. കാരണം സ്വാമി സാറിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞ സിനിമ അതിൽ സാറിൻ്റെ സ്ക്രിപ്റ്റാണ്, സാറിൻ്റെ കഥയാണ്. അതിൽ ഒരു ഇവോൾവിങ് ആക്ടർ, നമ്മൾ ഒരു ഇവോൾവിങ് ആക്ടറാണല്ലോ, ആക്ടിങ് സ്റ്റുഡൻറ്റിൽ നിന്ന് ഇവോൾവ് ചെയ്ത് ആക്ടർ ആയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ആക്ടറിന് കിട്ടുന്ന ഒരു നല്ല 2 സീനാണ് ഈ സിനിമയിലുള്ളത്. കാരണം ഒരു സീൻ്റെ തികച്ചും വ്യത്യസ്തമായൊരു, നമുക്ക് തീർച്ചയായിട്ടും അഭിനയ സാധ്യതകൾ, ഈ അരി ബന്ധമെന്നൊക്കെ എല്ലാ ചോറും എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സിനിമയിലായിരിക്കും ഞാനൊരു ആക്ടറായിട്ട് മാറുന്നത്. അല്ല, ഇത് ഇത്രയും തന്നെ ഇത് പറയുമ്പോഴേക്കും ആർക്കെങ്കിലും പ്രോബ്ലം സൃഷ്ടിക്കുന്ന കഥാപാത്രത്തെയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഞാൻ നന്നായിട്ട് അഭിനയിച്ചില്ലെങ്കിൽ സ്വാമി സാറിന് പ്രോബ്ലം സൃഷ്ടിക്കും. അടുത്ത സിനിമയിൽ എന്നെ വിളിക്കായിരിക്കും എനിക്കും പ്രോബ്ലം. അതൊരു സീക്രട്ട് ആയിട്ടിരിക്കട്ടെ. മണിക്കൂട്ടിന് ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഫേസ്ബുക്കിൽ ഇതിലൊക്കെ വരുന്ന ആൾക്കാർ ഇപ്പം മണിക്കൂട്ടിന് പെട്ടെന്ന് സീക്രട്ടിൽ കാണുമ്പോഴേക്കും അവരന്വേഷിക്കുന്ന സീക്രട്ട് ഇതായിരിക്കും, എന്തോ ആർക്കും എല്ലാം ഫ്ലാറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു. മണിക്കൂട്ടിന് ഫ്ലാറ്റ് കിട്ടിയോ? അത് സീക്രട്ടാണ്. സീക്രട്ട് സിനിമയുടെ ഇതിൽ വന്നിട്ട് ഞാൻ സീക്രട്ട് പറയാം. ശരി, അപ്പൊ എനിക്ക് പറഞ്ഞോളൂ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഡൗട്ടുള്ള കാര്യം ഞാൻ ഇടയിൽ കൂടി ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ആർദ്ര, എസ്.എൻ. സ്വാമി സാർ സംവിധാനം ചെയ്യുന്നു, അതിലെ നായിക ആർദ്ര. ഈ ഒരു കോള് കിട്ടിയപ്പോൾ എങ്ങനെയാണ് സാർ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞോ? സാറിനെ ആക്ച്വലി വിളിച്ചത് ഓഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിലൊരു കണക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. റിയൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് ഇതിനകത്ത് ചെയ്തത് ചേട്ടനാണെങ്കിലും എനിക്ക് ഈ പറയുന്ന സബ്ജക്റ്റിനെ പറ്റി സാറ് പറയുമ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെയും ഉണ്ടായിരുന്നല്ലേ, അല്ല സൈക്കോളജിയിൽ ഇങ്ങനെ ഒരു സാധനം ഈ ഓൾഡായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് ലൈഫിൽ, ഇങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ സാറിൻ്റെ റിസർച്ച് ചെയ്യുന്നതിൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റുന്നൊരു രീതിയിലല്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഓഡിഷന് വിളിച്ചു. ഒരു സിംഗിൾ ഡേയിൽ നടന്ന കാര്യമാണ്. എനിക്കും അതൊരു അങ്ങനെ എന്താ പറയുക, ഒരു ദിവസം കൊണ്ട് എൻ്റെ കാര്യങ്ങൾ മാറുന്നത് പോലെയായിരുന്നു. വിളിച്ചു, ആഫ്റ്റർനൂൺ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു, ചെന്നു, ഓഡിഷൻ ചെയ്തു. വൈകിട്ടായപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് ചെയ്യാമെന്ന് പറഞ്ഞു. സ്റ്റോറിയെ പറ്റിയൊരു ധാരണ തന്നു. എനിക്ക് പെട്ടെന്നായിരുന്നു എല്ലാം. എനിക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്ത് സാറിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുക, അതും സാറിൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, വാക്കുകൾ ഇല്ല പറയാൻ. ഇതിൽ ധ്യാൻ ശ്രീനിവാസന്റെ പേരായിട്ടല്ലേ ചെയ്തത്? അതെ. അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അതിനോട് പ്രസക്തി അത് ഞാൻ ധ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു, ധ്യാനായിട്ട് കൂടെ അങ്ങനെ സിനിമയിൽ കണ്ടോട്ടെ എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കിയത് ആ ഒരു പോർഷൻ. അല്ല, അങ്ങനെ ഞാൻ പ്രത്യേകമായിട്ട് ഒഴിവാക്കിയതൊന്നുമല്ല. ടീമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അല്ല ഞാനിങ്ങനെ നായകനും കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഭയങ്കര സൈക്കോളജിസ്റ്റ് ആയത് കാരണം അങ്ങനെ ഒരു ബുദ്ധിപരമായ തീരുമാനം എടുത്തതാണോ, അങ്ങനെ പറയാത്ത രീതിയിൽ? ഈശ്വര, അങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം സ്വാമി സാർ, അങ്ങനെ എന്തെങ്കിലും നിർണായകമായ ഘടകങ്ങൾ ഈ സൈക്കോളജിസ്റ്റ് ഇതിൽ അഭിനയിച്ചതിൽ ഇവരെ പേര് പറയാത്ത? അല്ല, അത് പിന്നീട് അറിഞ്ഞു. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണെന്നുള്ളത് പിന്നീട് അറിയാം. നമ്മൾ വിളിക്കുമ്പോൾ ഇങ്ങനെ ഈ ക്വാളിഫിക്കേഷൻ നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ വേറെ കുറേ സൈക്കോളജിസ്റ്റ് ഉണ്ട് ഓൺലൈനിൽ. എവിടെ യൂട്യൂബിൽ തുറന്ന് നോക്കിയാലും
വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസനെ വിലക്കി. വിനീത് ശ്രീനിവാസൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മൊത്തം ഇങ്ങനെ നിറഞ്ഞിടക്കുന്ന സംഭവമാണ്. അതിനിടയിൽ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു ചേട്ടൻ ഫോൺ എടുക്കാറില്ല, ചേട്ടൻ വിളിക്കാറില്ല. ഇതാണ് നമ്മളിപ്പോൾ ഓൺലൈനിൽ നോക്കിയാൽ അവിടെയുള്ള സൈക്കോളജിസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വീണ്ടും ഒരു പടത്തിന്റെ അനൗൺസ്മെന്റിൽ വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ ആ പടത്തിൽ ഒരുമിക്കുന്നു. അത് സത്യമല്ലേ? അതിന് സൈക്കോളജിസ്റ്റ് ഉണ്ടാക്കുന്നതാണ്, അവിടുത്തെ സൈക്കോളജിസ്റ്റ് പറയുന്നതാണ് സത്യം. എന്താണ് ധ്യാന സത്യം? ആക്ച്വലി നിങ്ങൾ ഒരുമിക്കുന്ന പടം വരുന്നുണ്ടോ? ദിലീപായിട്ടുള്ള പടം പടം ഓക്കെ. ഇപ്പൊ അനൗൺസ് ചെയ്ത സാധനം ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ വാർത്തകൾ ഈ പറഞ്ഞു പരത്തുന്നവരും അല്ല, പരത്തുന്നല്ല, ഒരു സത്യമില്ലാതെ അല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതെ, അത് സിനിമയിൽ നമ്മളെ കൂട്ടിക്കൊടുക്കുന്ന കാര്യമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്ത്. അതിനിടയ്ക്ക് കലീഷ് മലയാള സിനിമ വിട്ട് ബോളിവുഡിലേക്ക് പോവുകയാണെന്നുള്ളൊരു വാർത്ത കേട്ടു. അയ്യോ, അങ്ങനൊന്നുമില്ല, ചുമ്മാ വരുന്നതെന്ന് പറയില്ലേ. അതല്ല, ഒരു ചെറിയൊരു അവസരം കിട്ടി, ഒരു വെബ് സീരീസ്. പറയാൻ പറ്റില്ല, അതൊക്കെ പോകും. ഇവരൊക്കെ പോയിടും, ഇവരൊക്കെ തമിഴിലും ഹിന്ദിയിലൊക്കെ പോയി രക്ഷപ്പെടും. എന്നിട്ടാണ് വിനീതേട്ടൻ്റെ അടുത്ത് വന്ന് കാണാൻ. അല്ല, വിനീതേട്ടൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ സീക്രട്ടിൽ ഇത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി, ഇപ്പം ഈ യു ഹാവ് ടു ബി അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ പറയില്ലേ, അത് തന്നെ ഒരു എന്താ പറയണ്ടേ, ഈ സിങ്ക്രോണിസിറ്റി പോലെ തന്നെയാണല്ലോ. പിന്നെ നമ്മൾ ആരാ ഈ റൈറ്റ് പ്ലേസും റൈറ്റ് ടൈമും ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അത് സൈക്കോളജിയിലാണോ അത് ആസ്ട്രോളജിയിലാണോ അത് കണ്ടെത്തുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ വിനീതേട്ടനെ എനിക്കൊരു ഓൾമോസ്റ്റ് ഒരു 10 years ആയിട്ട് അറിയായിരുന്നു. ഞാൻ ചെയ്യുന്ന വർക്കുകളൊക്കെ വിനീതേട്ടനെ അയച്ചു കൊടുക്കുമായിരുന്നു. പക്ഷേ വിനീതേട്ടനെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അന്ന് ഞാൻ വിനീതേട്ടനെ പോയി കണ്ടിട്ട് ഞാൻ ചോദിച്ചു, വിനീതേട്ട എപ്പോഴാണ് സെൽവയ്ക്ക് എന്നെ ഓർത്ത്? എടാ, വൈൽ ഐ വാസ് റൈറ്റിംഗ്, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എയർപോർട്ടിൽ വെച്ച് കണ്ടില്ലേ, ആ കണ്ട സമയത്ത് നീ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് നീ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോഴാണ് ആ സമയത്ത് എനിക്ക് സെൽവയ്ക്ക് ഒരു മുഖമില്ല. അത് എഴുതി അപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് വരുമ്പോഴാണ് ഞാൻ ദിവ്യയോട് പറയുന്നത്, ഐ തിങ്ക് മേ ബി ഹിൽ ബി ദെയർ ഇൻ മൈ നെക്സ്റ്റ് എന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ആലോചിച്ചു സെൽവയ്ക്ക് ഈ മുഖമായിരുന്നെങ്കിൽ എന്നുള്ളത്. അപ്പം ഞാൻ ഇതാണ് സംഭവം, ഈ നിമിത്തം എന്നൊക്കെ പറയുന്ന അത് അന്ന് അവിടെ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വിനീതേട്ടൻ എന്നെ പെട്ടെന്ന് ഓർക്കണം എന്നില്ല. അപ്പോൾ ഒരു സ്വാമി സാറ് പറഞ്ഞ പോലെ ഈ ലെഫ്റ്റും റൈറ്റും എന്ന് പറഞ്ഞ പോലെയാണ് അന്ന് ആ സമയത്ത് അവിടെ ഉണ്ടാവാൻ ഉള്ള എന്തോ ഒരു എന്താ പറയുക വിധി എന്ന് പറയാം, അല്ലെങ്കിൽ അതാണ് സീക്രട്ട് എന്ന് തോന്നുന്നു. എൻ്റെ അവസ്ഥ എന്ന് അറിയാമോ, ഈ പടം നടക്കുന്ന സമയത്ത് ഇവൻ ഇതുപോലെ പല കാര്യങ്ങളും പറയും, സാറ് ഇതുപോലെ പറയും, അകപ്പാട് ഇതിലിപ്പോൾ ആര് പറയുന്നതാണ് ശരി സത്യം, നമുക്ക് ഇത് അങ്ങനെ ഒരു വിഷയമായതുകൊണ്ട് എന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ സൈക്കോളജിസ്റ്റ്. അതുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കാൻ. ഇപ്പൊ സ്വാമി സാറ് ഇപ്പോൾ ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ, സംവിധാനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മമ്മൂക്കയായിട്ട് മോഹൻലാലായിട്ട് ഏത് ഒരു സൂപ്പർ താരത്തിനെയും സ്വാമി സാറിന് വയ്ക്കാം. പക്ഷെ ഒരു യുവാക്കളുടെ നിരയോടൊപ്പമാണ് സ്വാമി സാർ സഞ്ചരിച്ചത്. അതപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മളുടെ കഥയിലുള്ള ക്യാരക്ടേഴ്സിന് പറ്റുന്ന ആൾക്കാരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ കഥയിലുള്ള ക്യാരക്ടേഴ്സ് ആരാണെന്ന് നമുക്ക് ഇതിനകത്ത് എനിക്ക് മമ്മൂട്ടിയും മോഹൻലാലിനെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ പറ്റില്ല. അവർക്കുള്ള റോളില്ല, അവർക്കുള്ള പെർഫോം ചെയ്യാനുള്ള വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ കഥാപാത്രത്തിന് ആരോ അവരെ ഫിക്സ് ചെയ്തു. ഇപ്പോൾ ഈ സീക്രട്ടിൻ്റെ ഈ ഒരു പ്രൊമോഷൻ വേദിയിലിരുന്ന് തന്നെ ഒരാൾ ഒരു കാര്യം, ഒരു സീക്രട്ട് വെളിപ്പെടുത്തുന്നതായിരിക്കും. മണിക്കൂട്ടൻ്റെ കല്യാണം എപ്പോഴാണെന്നുള്ള സീക്രട്ട് ഇപ്പോൾ അത് സീക്രട്ടാണ്. ഞാൻ അറിയാതെ എന്നെ പലരും കെട്ടിക്കുന്നുണ്ട്. ഇല്ല ഇല്ലെന്ന് പറയുന്നില്ല, ഒന്നും നോക്കുന്നുണ്ട് എന്താണ് സംഭവം. ഇപ്പൊ എന്താ പറയാ, ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കല്യാണം നടക്കുന്നു, ഇങ്ങനെ പല അനൗൺസ്മെന്റും ഇങ്ങനെ നടക്കുന്നുണ്ട്, വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. ഈ സിനിമയിൽ അഭിനയിച്ച ഒരാൾ ഓൾറെഡി മാരീഡായി. ഇനിയിപ്പോൾ അടുത്ത ആൾക്കാർക്ക് പറയാനൊന്നും പറ്റില്ല. ഇല്ല, കല്യാണം ഉടനെ ഉണ്ട്. ഈ സിനിമ കല്യാണമായിട്ട് വളരെ ഇല്ല, ഇത് കല്യാണമല്ല. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ട് നടന്നതിനൊരു ഉത്തരം ഇന്ന് സ്വാമി സാറിൻ്റെ വായിൽ നിന്ന് കിട്ടി. കാരണം ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ എന്താണ് എൻ്റെ മുന്നിലോട്ടുള്ള യാത്ര എന്ന് എപ്പോഴും അന്വേഷിക്കാറുണ്ട്, എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ് സീഡ് ശരിയാവണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അപ്പം ഞാൻ സ്വന്തമായിട്ട് വളമിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ ഇപ്പം കല്യാണത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം സിനിമകൾ മാത്രം സ്വന്തമായിട്ട് വളർന്നു. ആ സീഡ് വേറെ, ഇത് വേറെ. അല്ല, പക്ഷേ ആസ് ആൻ ആക്ടർ എന്ന് പറയുമ്പോൾ കുറെ പ്രോജക്ട്സ് ഇനി വരാൻ വേണ്ടിയുണ്ട്. എന്തെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് കുറച്ച് നാളായി, അപ്പോൾ അത് കഴിഞ്ഞ ശേഷം എന്തെങ്കിലും സംഭവത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണോ മണിക്കൂട്ടൻ? ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞാൽ ആവർത്തന വ്യവസ്ഥ, ഞാൻ എന്നെ തന്നെ കരുതുന്നത് ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് ആയിട്ടാണ്, അഭിനയ വിദ്യാർത്ഥിയായിട്ടാണ്. ഒരു അഭിനയ വിദ്യാർത്ഥി ഒരിക്കലും സെലക്റ്റീവ് ആവില്ല. അവന് കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ.
ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുന്നേ ചെയ്ത പല ഡയറക്ടേഴ്സുമായിട്ട് എനിക്ക് വീണ്ടും സിനിമകൾ ചെയ്യാൻ സാധിച്ചില്ല. അവിടെ തുടക്കമിട്ടത് ബിഗ് ബോസിന് ശേഷം സ്വാമി സാറാണ്. മേ ബി ഇനി മുന്നോട്ട് ആ യാത്ര കുറച്ചും കൂടെ ഭാഗ്യകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഞാൻ സെലക്റ്റീവ് അല്ല, എനിക്ക് കിട്ടുന്ന സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇപ്പോൾ അടുത്ത് വരുന്നത് എമ്പുരാനാണ്. അങ്ങനെ പ്രോജക്റ്റുകളുണ്ട്. അടുത്ത നമ്മളെല്ലാവരും അടുത്ത് വരുന്നത് എമ്പുരാനാണ്. നമ്മളെക്കാളും മുന്നേ വിനീത് ശ്രീനിവാസൻ പടത്തില് ഞാൻ ശ്രീനിവാസൻ സാറിന്റെ കൂടെ ആദ്യ സിനിമ വന്നത്. അതിനുശേഷം ഞാൻ വിനീതന്റെ ഈ രണ്ടുപേരും കൂടെ ഞാൻ അമേരിക്കൻ ട്രിപ്പിൽ പോയിട്ടുമുണ്ട്. പിന്നെ അതിനുശേഷം ധ്യാൻ്റെ സിനിമയിൽ ഞാൻ വരുന്നു, ധ്യാൻ അഭിനയിക്കുന്ന സിനിമയിൽ. അപ്പോൾ എല്ലാ തലമുറയുടെയും കൂടെ സ്വാമി സാറ് ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് പറഞ്ഞ സ്വാമി സാറിൻ്റെ മകനാണ് കൃഷ്ണ. അപ്പോൾ സ്വാമി സാറ് കഴിഞ്ഞ അടുത്ത തലമുറയിൽ നമ്മൾ അല്ല ഈ തലമുറ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. കല്യാണത്തിന്റെ കാര്യം അതാണ് സീഡ് ശരിയായിട്ടില്ല. അതും സ്വാമി സാർ ഈ സീഡ് ശരിയാവാത്തതിന്റെ പ്രശ്നമാണ്. സാർ സീഡിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ സീഡ് ഓക്കെ. ഇതില് സീക്രട്ടാ നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു. സീക്രട്ടിന്റെ നമ്മൾ പ്രത്യേകിച്ച് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയപ്പോൾ തന്നെ സോമ സാർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയാണ് ഒരു പ്രചോദനം തന്നതെന്നുള്ളത്. ആ ഒരു ഡയറക്ഷനിലേക്ക് ഇറങ്ങുമ്പം അതായത് കണ്ണൂർ സ്ക്വാഡിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാനും കൃഷ്ണനും കൂടി ഇവിടെ കാക്കനാട് ലൊക്കേഷനിൽ പോയപ്പോഴാണ് ഞാൻ ഈ ത്രെഡ് പറയുന്നത്. നമ്മൾ നല്ല സാധനം താൻ ധൈര്യമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതിനു മുമ്പ് ഇങ്ങനെ ഡയറക്ഷനെ കുറിച്ച് ഞാൻ സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നല്ല സബ്ജക്റ്റാണ്, നമുക്ക് ചെയ്യാൻ തോന്നുന്നു, എന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. പക്ഷേ പിന്നീടൊന്നും നമുക്ക് അങ്ങനെ എനിക്ക് ഡയറക്ഷൻ ചെയ്യാൻ നമുക്ക് തോന്നണ്ടേ. ഇപ്പം നമ്മൾ വേറൊരാൾക്ക് എഴുതി കൊടുക്കുന്ന പോലെയല്ല, നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും നമ്മളെ വല്ലാതെ നിർബന്ധിക്കുന്നൊരു സബ്ജക്റ്റ് കിട്ടണം, അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഇങ്ങനെ ഈ തോട്ട് വന്നപ്പോൾ ഞാൻ ഇവിടെ ലൊക്കേഷനിൽ ചെന്നിട്ട് മമ്മൂട്ടിയോട് ഒരു 2 മിനിറ്റ് കൊണ്ട് കഥ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഫസ്റ്റ് തന്നെ എഴുതി തന്നു. ഈ ബിഗ് ബോസിനകത്ത് കുറെ നാൾ നിന്ന് വിന്നറായി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ താണ്ടി പ്രതിസന്ധികളൊക്കെ താണ്ടി അവിടുത്തെ സീക്രട്ടുകളെല്ലാം പൊളിച്ചു വന്ന മനുഷ്യനാണ്. അത് കഴിഞ്ഞതിന് ശേഷമുള്ള സീസണിൽ ബിഗ് ബോസ് കാണുമ്പോൾ എന്താണ് മണിക്കുട്ടൻ എന്ന് പറയുന്ന വിന്നറിന് തോന്നുന്നത്, അല്ലെങ്കിൽ ആ കണ്ടസ്റ്റന്റിന് തോന്നുന്നത്? നമുക്ക് ഇതെല്ലാം ഓരോ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം മാത്രമാണ്. നമുക്ക് ഓരോ സിനിമ ഓരോ എക്സ്പീരിയൻസ് ആണ്, ഓരോ TV പ്രോഗ്രാംസ് ഒരു എക്സ്പീരിയൻസ് ആണ്, ഓരോ ലൈഫ് ഒരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് ആ സീക്രട്ടാണ്. ഓരോ ഹൗസ് ഓരോ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ പണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് സിനിമകൾ കാണാൻ പോകുമ്പോൾ ചുമ്മാ കണ്ണുടച്ച് വിമർശിക്കുക ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കും. പക്ഷേ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകൻ, സിനിമാക്കാരൻ എന്ന് തന്നെ പറയണം, സിനിമാക്കാരനായതിനു ശേഷമാണ് സിനിമയിലെ പിന്നിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ ഫ്രം ടോപ്പ് ടു ബോട്ടം എല്ലാവരുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം ഞാനൊരു ആസ്വാദകൻ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സിനിമാ പ്രവർത്തകൻ മാത്രമാണ്. അതുപോലെ ബട്ട് ബിഗ് ബോസ് കാണുമ്പോഴും ഞാൻ വിചാരിക്കും ഭയങ്കരമായിട്ട് വിമർശിക്കും. പക്ഷേ ആ ഹൗസിനകത്ത് പോയി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സീക്രട്ട് മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അതിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ആ ഹൗസിനകത്ത് പോകുന്ന എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു, ഞാൻ അവരെ ഈ പറയുന്ന പോലെ ആശംസിക്കുന്നു. അല്ലാതെ കൂടുതൽ ആ ഒരു ഹൗസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല അതിൻ്റെ ഒരു ഭംഗി. അതാണ് എല്ലാവരും അവിടെയെങ്കിലും വെച്ച് മണിക്കൂട്ടൻ കല്യാണം കഴിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അവിടെ അതും നടന്നില്ല. പ്രതീക്ഷ ഇത് സീക്രട്ടിൻ്റെ എൻ്റെ കല്യാണം പ്രതീക്ഷ വല്ല മാരേജ് ബ്യൂറോ അടങ്ങാൻ പോണത് കറങ്ങിത്തിരി തലമുറകളായിട്ടിരുന്നിട്ട് ഇതുവരെ കല്യാണത്തിന്റെ കാര്യം വെളിപ്പെടുത്താത്തതുകൊണ്ട് മാത്രം ഞാൻ വീണ്ടും പറഞ്ഞതാണ്. അങ്ങനെ ഒരു കാര്യം ഉറപ്പിച്ചതാണ്. ധ്യാനിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും ശ്രീനിവാസൻ സാറും അമ്മയൊക്കെ പടം കണ്ടായിരുന്നു. പേഴ്സണലി പറഞ്ഞായിരുന്നു പടം കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം? പറഞ്ഞു നമുക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞു. രണ്ടുപേർക്കും ഇഷ്ടമായി എന്നുള്ള സംഭവം. ശ്രീനി എന്നോട് പറഞ്ഞു എനിക്കിത് ഒരു പ്രാവശ്യം കൂടെ കാണണമെന്ന്. മനസ്സിലായില്ലേ? അങ്ങനെയല്ല, പുള്ളിക്കത് ആ ഒരു അത് സാധാരണ രീതിയിൽ ഇപ്പം ഞാനായാലും പല സിനിമകളും 3-4 പ്രാവശ്യം കാണും. കാരണം അതിൻ്റെ ഇൻഡെപ്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കാണണം. ഒരു പ്രാവശ്യം കണ്ടാൽ പോരാ. അമ്മ ഷി വാസ് ഓക്കെ, പക്ഷെ അച്ഛൻ പറഞ്ഞെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ കാണണം, വളരെ സീരിയസ് ആയിട്ട് ഇന്ന് കാണണം എന്ന് തോന്നുന്നു. കാരണം ആ ഒരു റൈറ്ററും കൂടെയാണ് പുള്ളിയെ. അതാ റൈറ്റിങ്ങിൻ്റെ ഒരു അതുകൊണ്ടാണ് അത് മനസ്സിലായി. കലേഷ് ഒരു ഡയലോഗ് പറഞ്ഞ് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഏതാ? വിനീത് ശ്രീനിവാസൻ പടത്തിലെ അപ്പ അമ്മ നിമ്മതിയെ തൂങ്ങണം എന്നുള്ള സംഭവം ഒന്ന് പറയാമോ? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിക്കുന്നത് ജ്ഞാപകം. അതിപ്പോ ഞാൻ പറഞ്ഞതേ പണ്ടൊക്കെ ഒരു സ്വിഗ്ഗി ഓർഡർ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഡെലിവറി കൊണ്ടുവരുന്ന ആള് ചേട്ടാ സെൽവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുമായിരുന്നു. ഇപ്പൊ ചേട്ടാ ജ്ഞാപകം അവിടുന്ന് ഞാൻ തന്നെ അങ്ങനെ ആയിപ്പോ. അല്ല ഇപ്പൊ എന്താ സംഭവം? ആ ഡയലോഗ് ഒന്ന് പറയാമോ? അല്ല ആ ഒരു ഇമോഷനിൽ അല്ല സെൽവാന്ന് വിളി
എന്നിട്ട് ചോദിക്കേ എന്നോട് ഡ്രീം എന്നെ സെൽവാ ഞാൻ പടം കണ്ടിട്ടില്ല. കണ്ടതല്ലേ ഞാൻ ചോദിക്കാം. ഫസ്റ്റ് ഹാഫിലാണത്. അവരൊറ്റ ഡയലോഗ് ധ്യാൻ ചോദിക്കും അങ്ങോട്ട്. എന്താ ചോദിക്കുന്നത്? എന്നോട് ഡ്രീം എന്നെ സെൽവ. അത് ആര് ചോദിക്കുന്ന? അപ്പു അരുൺ ചോദിക്കും. സെൽവ എന്ന് വിളിച്ചിട്ട് എന്നോട് ഡ്രീം എന്നെ സെൽവ ചോദിക്കും. ഞാൻ അങ്ങോട്ട് നോക്കിയിരിക്കും. സെൽവ ഓ ഉന്നോട് ഡ്രീം എന്നെ സെൽവ. അപ്പ അമ്മ നിമ്മതിയാ തോന്നണം, അതുക്ക് മേലെ എന്നെ ഇരിക്കും നൻപ. ഓ ഈ സിനിമ കണ്ടോ? ഇതിനെ കണ്ടിട്ട് ഇത് കണ്ട ഇതും കടപ്പുറത്ത് വെച്ചായിരുന്നു. കടപ്പുറത്ത് വെച്ചായിരുന്നു. ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ പടത്തിന്റെ ഷൂട്ടിംഗ് ഇടയിൽ ഞാൻ അറിഞ്ഞ സംഭവിച്ചില്ല, എറണാകുളം സുഭാഷ് പാർക്കിലെ കനാലിലേക്ക് ധ്യാൻ ശ്രീനിവാസൻ എടുത്ത് ചാടി എന്നുള്ളതാണ്. ചാടിയതല്ല, സീനിന്റെ ഭാഗമായിരുന്നുകൊണ്ടാണ് ചാടിയത്. അല്ലാതെ ഒരു സുഭാഷ് പാർക്കിലെ കനാലില് ആരാണ് ചാടിച്ചത്, എന്താണ് സംഭവം, എന്താണ് സീനാണോ അത്? അല്ല അത് പടത്തിലെ വളരെ പക്ഷെ എന്നാലും ഞാൻ അത്രയും എഫേർട്ട് ഇട്ടത് ചെയ്തു എന്നുള്ളത് ക്രൂ മെമ്പേഴ്സ് തന്നെ പറഞ്ഞു. കാരണം കനാലിലാണെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ഇതും ഇല്ലാത്ത രീതിയിൽ ധ്യാൻ അത് അഭിനയിച്ചെടുത്തു എന്ന് പറഞ്ഞു. തിരിച്ച് അല്ല നീന്തലറിയാവോ? നീന്തലറിയാം, അതുകൊണ്ട് മാത്രല്ല അതിൽ ആ കനാൽ എന്ന് പറയുന്നത് മറ്റേ വേസ്റ്റും നമ്മുടെ ഇതിന്ന് വരുന്ന വെള്ളവും പിന്നെ അടിയിൽ പാറയുണ്ട്, അതാണ് ഏറ്റവും പിന്നെ ചളിയും. ഇവിടം വരെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയാൽ ചളിയിലായിപ്പോ. പിന്നെ ആ വെള്ളം ആള് മുക്കാൽ ഭാഗം മുങ്ങാനുള്ള ചെളിയുണ്ട് അതിനകത്ത്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല, പക്ഷെ അത് ആ സീനിൽ അത് വളരെ വളരെ പിന്നെ ഉപ്പുവെള്ളമല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ പിന്നെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ എടുത്ത് ടോപ്പൊക്കെ ഇട്ടിട്ടാണ് ചാടിയത്. ഓക്കെ. ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് നമ്മളിപ്പോൾ പടങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ റിലീസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സാധാരണ ഒരു സിനിമയിൽ വരുമ്പം ഇപ്പം മണിക്കൂട്ടനായിക്കോട്ടെ ആരായിക്കോട്ടെ കലേഷ് ആയിക്കോട്ടെ എന്നെ നോക്കുമ്പോഴേക്കും ധ്യാനിൻ്റെ പടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് വരുന്നു. ഇപ്പോൾ എനിക്ക് ഈ വർഷത്തിന് ഏറ്റവും കൂടുതൽ പടം റിലീസായത് ധ്യാനിൻ്റെ പടങ്ങളാണ്. കഴിഞ്ഞ വർഷം അതെ, ഈ വർഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ധ്യാൻ ശ്രീനിവാസൻ പടങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സാധാരണ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് ഇല്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറയും. പക്ഷേ ധ്യാൻ ഇതെങ്ങനെ മാനേജ് ചെയ്യുന്നു? അതല്ല, നേരത്തെ മണിക്കൂട്ടം പറഞ്ഞ പോലെ നമ്മള് വിദ്യാർത്ഥി അല്ലേ, എന്റെ സ്കൂളിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ എപ്പോഴും സിനിമ ഉണ്ടാവണമെന്ന് അങ്ങനെയൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ തരക്കേടില്ലാത്ത പരിപാടി. അല്ല, ഞാനതിനെ ഞാൻ പറയട്ടെ, ഞാൻ വളരെ സജീവമായിട്ട് മമ്മൂട്ടിയായിട്ട് പറയുന്നത്, മമ്മൂട്ടി ഒരു വർഷം 35 സിനിമ അഭിനയിച്ചു, 35 ഫിലിംസ്. ലാലൊക്കെ 40 പടവും 36 പടവും അഭിനയിച്ച വർഷങ്ങളുണ്ട്. അപ്പം 25 പടവും അവരുടെ കരിയറിലെ മിനിമം ആയിരുന്നു ആ കാലഘട്ടത്തിൽ. ഇന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ. മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ അല്ലേ ധ്യാൻ, ഒരു സിനിമ നടക്കുമ്പം സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുടെ ഫാമിലി അവർക്കൊരു ബെനിഫിറ്റാണ്. കാരണം ശമ്പളം കിട്ടുക, ഓക്കെ, പ്രേക്ഷകർ അവരെ അഭിപ്രായം പറയുന്ന രണ്ടാമത്തെ കാര്യം. പക്ഷേ സിനിമയ്ക്കകത്ത് സിനിമകൾ നടക്കുമ്പോഴേ ആ കുടുംബം ഈ പറയുന്ന അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഫിനാൻഷ്യൽ. അതെ, ഇവരാരും സിനിമ മോശമാണെന്ന് വെച്ചാൽ ഒരിക്കലും ഒരാൾ ചെയ്യില്ലല്ലോ. ഒരു കാശ് മുടക്കുന്ന ഒരാൾ പ്രൊഡ്യൂസർ, പുള്ളി കഥ കേട്ട് അദ്ദേഹം കഥ കേട്ട് ഇഷ്ടപ്പെട്ട് സംവിധായകൻ അയാളുടെ ലൈഫിൽ ഏറ്റവും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. സിനിമ അൾട്ടിമേറ്റ്ലി ഓഡിയൻസിന് മുന്നിൽ എത്തുന്ന സമയത്ത് സിനിമ വീണു പോകുന്നുള്ളൂ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയ എല്ലാ സെറ്റ് ഓഫ് ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ എക്സ്പോഷർ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ നെറ്റ്ഫ്ലിക്സും വെബ് സീരീസ് ഇവിടുത്തെ ഓഡിയൻസിന് അറിയാലോ, എല്ലാ സ്ഥലം സിനിമ, എല്ലാ ലാംഗ്വേജിലുള്ളതും ലാംഗ്വേജ് ബാരിയറൊക്കെ താണ്ടി എല്ലാ തരം സിനിമ കാണുന്ന ഒരു ഓഡിയൻസുള്ള നാടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് മലയാള സിനിമ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് പ്രയോറിറ്റി ആയി മാറി. ഇപ്പോൾ ബാക്കി അന്യഭാഷാ സിനിമകൾക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒന്നും മലയാളത്തിന് ആക്ച്വലി കൊടുക്കുന്നുണ്ടോ? സംസ്ഥാനത്തിലുള്ളവർക്ക് മലയാള സിനിമയാണ് ഇപ്പോൾ ഫസ്റ്റ് പറയുന്നത്. അവരെല്ലാവരും മലയാള സിനിമയാണ് കാണുന്നത്. ഞാൻ ഈ പറയുന്ന പോലെ എല്ലാ ഇന്റർവെല്ലിലും കറക്റ്റായിട്ടുള്ള സിനിമകൾ എത്തിപ്പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ SN സ്വാമി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, ഇന്ത്യൻ സിനിമയുടെ ഒരു ബ്രാൻഡാണ്. അദ്ദേഹം യങ്സ്റ്റേഴ്സിനെ വെച്ചൊരു സിനിമ ആലോചിച്ചപ്പോൾ അതിൽ നായകൻ ധ്യാൻ വരിക, മീൻസ് ആ പ്രോസസ്സ് ധ്യാൻ ചെയ്തു വെച്ച കുറേ സിനിമകൾ ഇങ്ങനെ വന്ന് ആ പ്രോസസ്സിലോട്ട് എത്തിപ്പെടുകയാണ്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത വർഷം കുറച്ച് ചെയ്യും, ഞങ്ങൾക്ക് കൂടെ 4-5 പടം കുറച്ച് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് ആക്ടിങ് സ്റ്റുഡൻറ്റുകൾക്ക്. അല്ല, സാറ് വിളിക്കുന്നു, അതോടൊപ്പം തന്നെ വിനീത് ശ്രീനിവാസൻ വിളിക്കുന്നു, അതോടൊപ്പം തന്നെ അപ്പം ഇവരൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ആസ് എൻ ആക്ടർ, നമ്മൾ ഇത്രയും പടം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആസ് എൻ ആക്ടർ നമ്മൾ ഇവിടേക്ക് റിഫൈൻ ആവുകയാണ്. ഞാൻ ഒരു കാര്യം പറയുന്നത് സംഭവിച്ചില്ല, ഇടയ്ക്ക് നിവിൻ ചെയ്ത കഥാപാത്രം ബോഡി ഷേമിനെ കുറിച്ച് പറഞ്ഞൊരു സംഭവം പറഞ്ഞത് വൻ ഹിറ്റായിട്ട് മാറി. പക്ഷേ ഒരു സിനിമയിൽ നിന്ന് മറ്റേ സിനിമയിലേക്ക് മാറുമ്പോൾ ധ്യാനെ സംബന്ധിച്ച് അങ്ങനെയുള്ള ക്യാരക്ടറിലോ ശരീരത്തിലോ അങ്ങനെയുള്ള രൂപാന്തരങ്ങളൊന്നും പ്രശ്നം വരത്തില്ല, ധ്യാൻ അങ്ങ് മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ല, എന്നോട് സാറ് ഇതിനകത്ത് ഞങ്ങൾ തുടക്കത്തിൽ എന്നോട് ഒന്ന് മെലിയണം എന്ന് പറഞ്ഞിരുന്നു. സ്വാമി സാർ നോക്കുന്നു പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് നടന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്തോ നടന്നില്ല എന്ന് വേണം പറയാൻ. ഇല്ല, എൻ്റെ അടുത്ത് സാറ് പറഞ്ഞിരുന്നു അത് ക്യാരക്ടർ ചെയ്യുമ്പോൾ ക്ലീൻ ഷേവ് ചെയ്യണം, പക്ഷേ എനിക്ക് വേറെ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ക്ലീൻ ഷേവ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പിന്നെ ക്ലീൻ പ്രീതിപ്പെടുത്തുന്നില്ല അടുത്ത സിനിമ. അല്ല, പക്ഷേ ഇപ്പൊ പ്രതീക്ഷയുടെ ധ്യാൻ പറഞ്ഞ പോലെ ധ്യാൻ ചെയ്യുന്ന പല സിനിമകളും നവാഗത സംവിധായകരാണ്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു സിനിമ കിട്ടുന്നതിനും ധ്യാൻ ഒരു കാരണമാവുകയാണല്ലോ. സ്വാമി സാർ ഉൾപ്പെടെ നവാഗത സംവിധായകരാണ്. പക്ഷേ സ്വാമി സാറിന്റെ കാര്യത്തിലല്ല അത് ഞാൻ പറഞ്ഞത്. പല ചെറുപ്പക്കാരായ നവാഗത സംവിധായകർക്കും ധ്യാൻ ഡേറ്റ് കൊടുക്കുന്നത് കൊണ്ട് സിനിമ നടക്കുന്നുണ്ട്. അതാണല്ലോ സത്യാവസ്ഥ. എന്തേ അല്ലേ അല്ലേ? മോഡസ്റ്റി ഉടനെ. അപ്പൊ അല്ല, അതൊക്കെ ഓടുന്നുണ്ടോ സിനിമ നടക്കുന്ന സംഭവിക്കും. പക്ഷേ ഈ പ്രൊമോഷണൽ പരിപാടികൾ ഈ സിനിമയുടെ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ധ്യാൻ അവിടെയും ഏത് ഷൂട്ടിനിടയിലും ഓടിയെത്തും. ആരും ഇതുവരെ പരാതി പറഞ്ഞില്ല ധ്യാൻ പ്രൊമോഷന് വന്നിട്ടില്ല എന്നുള്ള സംഭവം. ധ്യാൻ അവിടെ എത്തും. അതും കൃത്യമായിട്ടുള്ള ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ടോ ഷൂട്ടിനിടയിൽ? ഉണ്ട്. അത് അല്ല, അത് നമ്മളിപ്പം ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞു, അത് ഇപ്പോഴത്തെ ക്ലോസ് ആയിട്ട് എഗ്രിമെൻറ്റിൽ മസ്റ്റ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട ഒരു എഗ്രിമെൻറ്റിൽ കൊടുക്കാൻ ഒരു ക്ലോസ് വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സിനിമ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ എനിക്ക് തോന്നുന്നു ഈ യൂട്യൂബും സോഷ്യൽ മീഡിയ ഇതെല്ലാം ഇത് വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ടുള്ള ഇൻ്റർവ്യൂ ഫോർമാറ്റ് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് അല്ല, പണ്ട് സാറിൻ്റെ സമയത്ത് ഇവർ ഇങ്ങനത്തെ ഒരു പ്രോസസ്സേ ഇല്ലല്ലോ. തിയേറ്ററിൽ വരിക, സിനിമ ഓടുക, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റിയോ സാറ്റലൈറ്റ് ഓടി ഇതൊന്നും ഇല്ലല്ലോ. സിനിമ നല്ലതാണ്, സിനിമ തിയേറ്ററിൽ ഓടും, ആൾക്കാർ കാണും, ജനങ്ങൾ ഓടിക്കും, ഇത്രയേ ഉള്ളൂ. ഇപ്പം അതല്ല. ഇപ്പം ജനങ്ങളിലോട്ട് സിനിമ എത്താൻ ഒരു അല്ലെങ്കിൽ കാരണം ആൾക്കാർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് തന്നെ കുറേ ഉണ്ട്. വീട്ടിലിരുന്നിട്ട് നമുക്ക് പല പരിപാടി ഉണ്ട്. അതിനിടയിൽ സിനിമ ഒരു പ്രയോറിറ്റി ഒന്നുമല്ല ആൾക്കാർ ഇന്നത്തെ കാലത്ത്. പ്രത്യേകിച്ച് ഒരു ഓഡിയൻസ് പോയിട്ട് വീട്ടിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് തിയേറ്ററിൽ ലൈക്ക് OTT സിനിമ വരുമ്പോൾ എന്തിനാണ് തിയേറ്ററിൽ പോയി കാണേണ്ടതെന്നുള്ള ചിന്ത നമുക്കുൾപ്പെടെ പലർക്കും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരു കുറച്ച് ആൾക്കാർ തിയേറ്ററിൽ നമ്മുടെ സിനിമ കാണാൻ വേണ്ടി പോകണമെങ്കിൽ അതിനെന്തെങ്കിലും ഇല്ലെങ്കിൽ ആൾക്കാർ പോവില്ല. അപ്പം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സാധനം, അല്ലെങ്കിൽ സ്വാമി സാറ് ഇങ്ങനെയൊരു കഥ, അല്ലെങ്കിൽ ഈ ഒരു ഏജിൽ ഇങ്ങനെ ഒരു സാധനം, ഒരു ഫസ്റ്റ് ഒരു ഡെബ്യൂ ആയൊരു സിനിമ തിയേറ്ററിൽ എത്തിക്കണം. അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ OTTക്ക് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ വേറെ പല രീതിയിലും ചിന്തിക്കാം. പക്ഷേ തിയേറ്ററിന് വേണ്ടി ഇങ്ങനൊരു സിനിമ, അതും ജനങ്ങൾക്ക് ഇങ്ങനൊരു പുതിയൊരു തോട്ട് ഷെയർ ചെയ്യണമെങ്കിൽ അത് അദ്ദേഹത്തിന് അത് പറയണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥ പറയണം എന്നുള്ളൊരു തോന്നലുണ്ടായി. അത് തന്നെ ഒരു അല്ല, ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു വ്യത്യാസം, ആളുകൾ കണ്ടന്റിന് കുറേ കൂടെ വാല്യൂ കൊടുക്കുന്നുണ്ട്. സിനിമയുടെ കണ്ടന്റിൽ എന്താണ് പറയാനുള്ളത്? കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയങ്ങളും ആൾക്കാർ കേട്ട് കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു. അത് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു താല്പര്യക്കുറവ് വരുന്നത്. മറിച്ച് കണ്ടന്റിൽ എന്തെങ്കിലും നോവൽറ്റി ഉണ്ടെങ്കിൽ ആൾക്കാർ താല്പര്യം കൂടുതൽ കാണിക്കുന്നുണ്ട്. ഈ ശാസ്ത്രം ഒക്കെ പറഞ്ഞു പോകുന്ന ചിത്രം ഒക്കെ ആയതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും പറയുന്നുണ്ട് മൈൻഡ് എപ്പോഴും പോസിറ്റീവായിരിക്കുന്നതാണ് നല്ലത്, ചില കാര്യങ്ങൾ നോക്കണ്ട. അങ്ങനെ ചില കാര്യങ്ങൾ നോക്കത്തില്ല, ഇൻക്ലൂഡിങ് ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും കമൻറ്റ്സ് പോലും നോക്കത്തില്ല. പക്ഷേ ധ്യാൻ ശ്രീനിവാസൻ്റെ ഇൻ്റർവ്യൂ കണ്ടാൽ കൃത്യമായി മനസ്സിലാവുന്ന കാര്യമാണ് എന്താണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞ ഒരു കമൻറ്റിൻ്റെ പോലും ഇതനുസരിച്ചിട്ടുള്ള റിപ്ലൈ അടുത്ത ഇൻ്റർവ്യൂവിന് നൽകുന്നു. അത്രയ്ക്ക് അപ്ഡേറ്റഡ് കമൻറ്റ്സ്, എല്ലാ കാര്യങ്ങളും ധ്യാൻ അത്രയും മോണിറ്റർ ചെയ്യാറുണ്ടോ? എഴുതുന്നവരെല്ലാം കൃത്യമായിട്ട് വായിക്കും. ധ്യാൻ അത് കാണുന്നുണ്ട് ഇതിൻ്റെ ഉത്തരത്തിട്ട്. ഞാൻ ഇന്റർവ്യൂ ഇപ്പം നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പം അടുത്ത കണ്ടതെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഫോളോ ചെയ്തിട്ട് വന്ന സാധനങ്ങളൊക്കെ, കാരണം കുറേ ട്രോൾസും മീംസൊക്കെ വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് അയച്ചു തരികയാണ്. നമുക്ക് എന്താ പറയുക, ഏറ്റവും അടുത്ത് നിൽക്കുന്നവനായിരിക്കും നമ്മൾ ഏറ്റവും വലിയ ശത്രു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കൂട്ടുകാരുള്ളതുകൊണ്ട് അവന്മാർ കറക്റ്റായിട്ട് നമ്മൾ എടാ ഇത് കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട്, ഇത് പലപ്പോഴും നമ്മൾ പോയിട്ട് നേരെ പോയി കമന്റ് സെക്ഷൻ ചെക്ക് ചെയ്യുന്നതിന് കാണുന്നതല്ല, ഇത് കൃത്യമായിട്ട് അയച്ചു തരുന്ന ആൾക്കാരുണ്ട് കാലങ്ങളായിട്ട്. അതിലൊരു പ്രധാനിയാണ് അജു. കൃത്യമായിട്ട് ട്രോളുകൾ, കാരണം എന്നെ എഴുത്തി കാണിച്ചിട്ടുണ്ട് ആ പടത്തിലെ കുറേ ട്രോളുകളും അജു കൊണ്ട് നിന്നെ ഇരുത്തി, ഇത് കണ്ടോ നീ, ഇത് രസമുള്ളതാ. ഞാൻ പറഞ്ഞു നിങ്ങളും കൂടെ അഭിനയിച്ചതിന്. പക്ഷേ അല്ല, അതൊക്കെ നമ്മൾ ആ സെൻസിൽ എടുത്തേ പറ്റൂ. കാരണം OTT വേറൊരു പ്ലാറ്റ്ഫോമാണ്, OTTയിലെ ഓഡിയൻസ് വേറെയാണ്, OTT മിനി സ്ക്രീൻ ഓഡിയൻസ്, അല്ലെങ്കിൽ അത് വേറെ തന്നെ ഒരു ഇതായിട്ട് നമ്മൾ കണ്ടേ പറ്റും. പിന്നെ ആൾക്കാർ അതിനെ വളരെ ക്രിട്ടിക്കലായിട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഒരു പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഒരു ഏരിയ. അപ്പം തിയേറ്ററിൽ വർക്ക് ആവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി നമ്മൾ ചിന്തിക്കുന്നത്. ഏട്ടൻ്റെ ഏറ്റവും കൂടുതൽ ഓടിയ പടം വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അതിനെ ഫോളോ ചെയ്തിട്ട് വന്ന എല്ലാ സാധനങ്ങളും ഞാൻ ആക്ച്വലി കണ്ടു. ഞാൻ ആക്ച്വലി ഈ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയിലാണ് ഈ വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ പരിപാടികളുടെ എല്ലാ സാധനങ്ങളും അപ്ഡേറ്റഡ് ആണ്. സ്വാമി സർ,
സീക്രട്ട് ജൂലൈ 26-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. അപ്പോൾ സാറിന് പ്രേക്ഷകരോട് പറയാനുള്ളത് എന്താണ്? കാരണം എസ് എൻ സ്വാമി എന്ന് പറയുന്ന ഒരു സംവിധായകൻ കൂടി മലയാള സിനിമയിലേക്ക് എത്തുകയാണ്. ആ സംവിധായകന് അവർ പറയാനുള്ളത് എൻ്റെ സിനിമ കാണുക, കാണണം. കണ്ടാൽ അവർക്ക് എന്തുകൊണ്ട് ഈ സിനിമ എടുത്തു എന്ന് മനസ്സിലാവും. ഓക്കെ, ഒരു ഫാമിലി പൂർണ്ണമായിട്ട് വന്ന് കാണും. ഇതിനകത്ത് ഈ ഫാമിലി, ഞാൻ ആ ഇതൊക്കെ വളരെ ഓൾഡ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഫാമിലി ഡ്രാമ, ഫാമിലി പിക്ചർ, ഇല്ലെങ്കിൽ റൊമാൻസ്, ലവ്, ഇതെല്ലാം ഏത് കാലത്താണ് എതിലാണ് ഇല്ലാത്തത്? എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഫാമിലി അല്ല, ഫാമിലിയുടെ ഇൻവോൾവ്മെൻറ്റ് വിത്ത് ദ കണ്ടന്റ്. ഓക്കെ, ആർദ്രയെടുത്ത് അവസാനമായി ഒരു ചോദ്യം ചോദിക്കുന്നു. ഇവ സൈക്കോളജിസ്റ്റ് ആയിരുന്നു, സിനിമയിലേക്ക് എത്തി. ഇനി സൈക്കോളജിസ്റ്റ് ആ രംഗത്ത് തന്നെ തുടരുകയാണോ, അതോ സിനിമയിലേക്ക് കൂടുതൽ അവസരങ്ങൾ തേടി പോവുകയാണോ? ഞാൻ ഫിലിം കഴിഞ്ഞ ശേഷം ആക്ച്വലി സിനിമയായിട്ട് ബന്ധപ്പെട്ട പോലത്തെ ചില ഇൻസിഡൻസസ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ ആക്ച്വലി നടന്നിട്ടുണ്ടായിരുന്നു. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് സിനിമ മനസ്സിലാവും, അത് പറഞ്ഞത് അല്ല, അത് അതിന് ശേഷം പറയുന്നതായിരിക്കും. സിനിമ കണ്ടതിന് ശേഷം പറയുന്നത്. അപ്പം ഞാൻ ചെറിയൊരു ബ്രേക്കിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറെ രീതിയിലുള്ള വർക്കുകളൊന്നും ഫിലിം ഫീൽഡിൽ ചെയ്തിട്ടില്ല വേറെ. പക്ഷെ ഞാൻ എൻ്റെ കൺസൾട്ടേഷൻസും പ്രാക്ടീസും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ജീവിതത്തിൽ നടന്ന പേഴ്സണൽ കാര്യം എന്താണെന്നുള്ളത് ഞാൻ സിനിമ കണ്ടതുകൊണ്ടല്ലേ? സിനിമ കണ്ടതുകൊണ്ടല്ല, മണിക്കൂറിൽ അടുത്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് കല്യാണമായിരിക്കുമോ? കുട്ടി കല്യാണം പ്രായമായല്ലോ. മണിക്കൂറിന്റെ കല്യാണം ആണോ? എന്തൊരു നമ്മളൊരു പാട്ട്, ഇതൊരു കല്യാണത്തിന് പോയ ഒരു പാട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അതും നല്ല രീതിയിൽ പ്രേക്ഷകർ സ്വീകരിച്ചു കഴിഞ്ഞു. ട്രെയിലറിന് നല്ല സ്വീകാര്യതയുണ്ട്. 26-ാം തീയതി തിയേറ്ററിലെത്തുകയാണ്. ഫൈനലി ധ്യാൻ സീക്രട്ട് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത് പറഞ്ഞ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അയ്യോ, ഞാനൊന്നും പറയില്ല, സാറ് പറഞ്ഞല്ലോ. സാറ് പറഞ്ഞു. ഓക്കെ, ധ്യാൻ പറയാനുള്ളത് ഞാൻ പറയും. ഒന്നുമില്ല, എന്നാൽ കലേഷ് പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. അയ്യോ അല്ല, അത് നേരത്തെ പറഞ്ഞ പോലെ എന്താണ് സീക്രട്ട് എന്ന് അറിയാൻ ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണുക എന്നുള്ളതാണ്. ദ സീക്രട്ട് ഓഫ് എന്ന് പറഞ്ഞിട്ട് താഴെ, സീക്രട്ടിന്റെ താഴെ ഉണ്ട്. അത് സീക്രട്ട് ഓഫ് എന്താണ്, അത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ സീക്രട്ട് തിരിച്ചറിയാൻ വേണ്ടി എല്ലാ പ്രേക്ഷകരും ജൂലൈ 26-ന് തിയേറ്ററുകളിലേക്ക് എത്തിച്ചേരുക. നന്ദി, താങ്ക് യു.